ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിൻ്റെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തെ ലഘു ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് MCQ ടൈപ്പായി വരുന്ന ചോദ്യങ്ങൾ. ഓപ്ഷൻസേയും പറയുന്നില്ല, ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പറഞ്ഞു പോകുന്നത്. പാഠഭാഗം നിങ്ങൾ വായിച്ചിട്ടില്ല, ഇനി ഓർമ്മയിൽ വരുന്നില്ല എങ്കിൽ ആദ്യം അത് കേൾക്കുക. പാഠഭാഗം വായിക്കുന്ന വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുക. അതിനുശേഷം MCQ ഉൾപ്പെടുന്ന ഈ വീഡിയോ അറ്റൻഡ് ചെയ്യുക. ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും പാഠഭാഗം വായിച്ചിട്ട് വേണം MCQ ആൻസർ ചെയ്യാൻ. തയ്യാറാണല്ലോ? സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായി കേൾക്കുക. അത് മാത്രമല്ല, ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങാം അല്ലേ? പ്രശസ്ത സാഹിത്യ നിരൂപകനായ കുട്ടിക്കൃഷ്ണ മാരാർ എഴുതിയതാണ് ഭാരത പര്യടനം. നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളാണ് മഹാഭാരതവും രാമായണവും. വേദവ്യാസനാൽ രചിക്കപ്പെട്ട ഇതിഹാസ കാവ്യമായ മഹാഭാരത കഥയിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മനഃശാസ്ത്രപരവും യുക്തിസഹവുമായി നിരൂപണം ചെയ്യുന്നതാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനമെന്ന പഠനാത്മക കൃതി. അതായത് മഹാഭാരത കഥയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഥാപാത്രങ്ങളെ കഥാസന്ദർഭങ്ങളെ എല്ലാം ആഴത്തിൽ വിലയിരുത്തുന്ന കൃതിയാണ് ഭാരത പര്യടനം. മഹാഭാരത കഥയിലൂടെയുള്ള ഒരു പര്യടനം. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കരമായ ദുരന്തത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഭാരതേതിഹാസം രചിക്കപ്പെട്ടതെന്ന് മാരാർ പറയുന്നു. ഇനി പാഠസന്ദർഭത്തിലേക്ക് നോക്കിയാലോ? പാഠത്തിൻ്റെ പേര് യുദ്ധത്തിൻ്റെ പരിണാമം. പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന കുരുക്ഷേത്ര യുദ്ധം. അതിനൊടുവിൽ കൗരവശ്രേഷ്ഠനായ ദുര്യോധനൻ ഭീമന്റെ ഗദായുദ്ധത്തിൽ നിലംപതിച്ച് മരണാസന്നനായി കിടക്കുകയാണ്. ഭീമൻ നടത്തിയത് ധർമ്മയുദ്ധമല്ലായിരുന്നു. അതായത് അവരുടെ യുദ്ധക്കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് വല്ലപാടും നേടിയൊരു വിജയമാണ് അല്ലേ? ദുര്യോധനന്റെ തുട തല്ലിയൊടിച്ചാണ് അദ്ദേഹത്തെ വീഴ്ത്തിയത്. ഗദ കൊണ്ട് അടിയേറ്റിട്ടാണ് ദുര്യോധനൻ ആ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്നത്. കുറ്റമറ്റ ധർമ്മയുദ്ധത്തിന് വേണ്ടി പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ വ്യവസ്ഥയെല്ലാം മറികടന്ന ഭീമൻ ചതിപ്രയോഗം നടത്തിയാണ് ദുര്യോധനെ വീഴ്ത്തിയതെന്ന് സാരം. അധർമ്മത്തിലൂടെ നേടിയ വിജയം ആഘോഷിച്ചുകൊണ്ട് പാണ്ഡവർ കൂടാരത്തിലേക്ക് പോയപ്പോൾ പടക്കളത്തിൽ തുട തല്ലിയൊടിക്കപ്പെട്ട് കിടന്ന ദുര്യോധനനെ അവസാനമായി കാണുവാൻ സഞ്ജയൻ വന്നു. സഞ്ജയൻ കൗരവരുടെ മന്ത്രിയാണ്. പാണ്ഡവർ കാട്ടിയ അധർമ്മത്തെക്കുറിച്ച് മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനൻ സഞ്ജയനോട് വിവരിക്കുന്നതാണ് പാഠസന്ദർഭം. ഇനി നമ്മൾ ആ മഹായജ്ഞം തുടങ്ങുകയാണ്. ചോദ്യാവലി ശ്രദ്ധിച്ച് കേൾക്കുക. ഉത്തരം പറയാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉത്തരം വരണം. ചോദ്യം കേട്ട മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. എങ്കിലാണ് നിങ്ങൾ ആ പാഠഭാഗം പഠിച്ചു. എനിക്കിനി അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. കിട്ടുന്നില്ല എങ്കിൽ എന്ത് വേണം? വീണ്ടും പാഠഭാഗം വായിക്കുക. വിമർശനത്രയം എന്നറിയപ്പെടുന്നവർ ആരൊക്കെയാണ്? കുട്ടിക്കൃഷ്ണ മാരാർ, MP പോൾ, ജോസഫ് മുണ്ടശ്ശേരി. യുദ്ധത്തിൻ്റെ പരിണാമം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയാണ്? കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് എങ്ങനെയാണ്? യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്. കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ദുര്യോധനൻ. പാണ്ഡവർ അവർ ചെയ്ത കടും കൈകളെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? നിർവേദം കൊള്ളും എന്നാണ്. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ആരാണ് ഇങ്ങനെ ഊറ്റം കൊള്ളുന്നത്? ദുര്യോധനൻ. നൂറ്റുവരുടെ ഏക സഹോദരിയുടെ പേരെന്താണ്? ദുശ്ശള. ദുശ്ശളയുടെ ഭർത്താവിൻ്റെ പേരാണ് ജയദ്രഥൻ. ദുര്യോധന പുത്രനാണ് ലക്ഷണൻ. ദുര്യോധനൻ എവിടെ കിടന്നാണ് മരിക്കുന്നത്? സമന്ത പഞ്ചകത്തിൽ. ഈ സമന്ത പഞ്ചകം പണി കഴിപ്പിച്ചത് ആരാണ്? പരശുരാമൻ. കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ 3 പേർ ആരൊക്കെയാണ്? കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്. നമ്മുടെ ഇതിഹാസ കാവ്യങ്ങൾ ഏതെല്ലാമാണ്? മഹാഭാരതവും രാമായണവും. മഹാഭാരതം രചിച്ചത് ആരാണ്? വേദവ്യാസൻ. കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വേദവ്യാസൻ.
മഹാഭാരതം ഉൾപ്പെടുന്ന സാഹിത്യ വിഭാഗമേത്? ഇതിഹാസം. ഇതിഹാസ കാവ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഓർത്ത് പറഞ്ഞേ. രാമായണവും മഹാഭാരതവും. ആദി കവിയാൽ രചിക്കപ്പെട്ട ആദ്യ കാവ്യമാണ് രാമായണം. മഹാഭാരത കൃതിയുടെ മറ്റൊരു പേരാണ് ജയം. പഞ്ചമവേദമെന്നും അറിയപ്പെടുന്നുണ്ട്. ജയസംഹിത എന്നും മഹാഭാരതം അറിയപ്പെടുന്നുണ്ട്. കുട്ടിക്കൃഷ്ണ മാരാരുടെ ഏത് കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കല, ജീവിതം തന്നെ. മാരാരുടെ ഏത് കൃതിയിലെ ഭാഗമാണ് യുദ്ധത്തിൻ്റെ പരിണാമം? ഭാരത പര്യടനം. മഹാഭാരതം രചിക്കപ്പെട്ടതിൻ്റെ മുഖ്യ ലക്ഷ്യത്തെക്കുറിച്ച് മാരാര് എന്തഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? യുദ്ധം മനുഷ്യ സമൂഹത്തിൽ വരുത്തിയ സർവനാശത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 18 ദിവസം. മഹാഭാരത യുദ്ധത്തിലെ 2 പക്ഷങ്ങൾ ഏതൊക്കെയാണ്? ആ പക്ഷക്കാരൊക്കെയാണ്? പാണ്ഡവപക്ഷവും കൗരവപക്ഷവും. യുദ്ധകരാർ ചുരുക്കത്തിൽ എങ്ങനെയാണത് പറയാം? സ്വന്തം മികവ് കൊണ്ട് ജയിക്കണം. ഒട്ടനേകം നിബന്ധനകൾ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ ഒറ്റ വാക്കിൽ അതിന് ആ യുദ്ധകരാറിനെ നമ്മൾ പരാമർശിക്കുകയാണെങ്കിൽ എന്താണ്? സ്വന്തം മികവ് കൊണ്ട് ജയിക്കണം. എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. ആരാണ്? പാണ്ഡവപക്ഷം. പാണ്ഡവരുടെ വിജയത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വല്ലപാടും നേടിയ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത്. പടക്കളത്തിൽ വീണുകിടക്കുന്ന ദുര്യോധനെ കാണുവാൻ ആദ്യമായി വന്നത് ആരാണ്? സഞ്ജയൻ. കൗരവർക്ക് എത്ര അക്ഷൗഹിണിപ്പട ഉണ്ടായിരുന്നു? 11. പാണ്ഡവർക്ക് 7. അങ്ങനെ 18 അക്ഷൗഹിണിപ്പട. മഹാഭാരത യുദ്ധം 18 ദിവസം ഉണ്ടായിരുന്നു. കൗരവരിൽ ശേഷിക്കുന്നവർ ആരൊക്കെ? അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപർ. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. ആരുടെ വാക്കുകളാണ്? ദുര്യോധനൻ്റെ വാക്കുകൾ. ആരെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ? പാണ്ഡവരെക്കുറിച്ച്. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധമറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഇതാരുടെ വാക്കുകളാണ്? ആരായിരുന്നു അച്ഛനമ്മമാർ? ഈ വാക്കുകൾ ദുര്യോധനൻ്റേതാണ്. അച്ഛനമ്മമാർ ആരൊക്കെയാണ്? ധൃതരാഷ്ട്രരും ഗാന്ധാരിയും. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടയ്ക്കുവാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആരുടെ വാക്കുകളാണിത്? ദുര്യോധനൻ. ആരോട് പറയുന്നതാണ്? സഞ്ജയനോട്. എവിടെ വെച്ച്? സമന്ത പഞ്ചകത്തിൽ വെച്ച്. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കിയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. ഇതാരുടെ വാക്കുകളാണ്? ദുര്യോധനൻ്റേത്. വീണ്ടും ചോദിക്കുകയാണ്, സമന്ത പഞ്ചകം സ്ഥാപിച്ചത് ആരാണ്? പരശുരാമൻ. രാജാവിൻ്റെ ഈ വിലാപം കേട്ട് ജനസഹസ്രങ്ങൾ കണ്ണും നിറച്ച് അങ്ങും ഇങ്ങും പാഞ്ഞുപോയി. ഏത് രാജാവിൻ്റെ വിലാപം കേട്ടിട്ടാണ്? ദുര്യോധനൻ്റെ. എവിടെ നിന്നാണ് ആളുകൾ പാഞ്ഞുപോയത്? സമന്ത പഞ്ചകം. അങ്ങയുടെ കൈകൾ കൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. ആരുടെ അഭ്യർത്ഥനയാണിത്? ദൃഷ്ടദ്യുമ്നൻ്റെ. ദൃഷ്ടദ്യുമ്നൻ എന്നുള്ളത് എഴുതാനൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. പാഠഭാഗം വായിക്കുമ്പോൾ കഠിനപദങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പൊക്കോളണം. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടല്ലോ, ശരിയായ വാക്കേത്? ആ ഒരു മാർക്ക് നിങ്ങൾ കളയാൻ പാടില്ല. എല്ലാ പാഠഭാഗത്തെയും കഠിനപദങ്ങൾ എഴുതി പഠിക്കാനോ അത് വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കുക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഗുരുഖാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല. ആരുടെ വാക്കുകളാണിത്? അശ്വത്ഥമാവ്. ഗുരുവാര്? ദ്രോണർ. മർമ്മങ്ങളിൽ പെരുവിരൽ അമർത്തി ആരെയാണ് ദ്രൗണി കൊന്നത്? ദൃഷ്ടദ്യുമ്നനെ. ഈ ദൃഷ്ടദ്യുമ്നൻ ആരാണ്? ദ്രൗപദിയുടെ, അതായത് പാഞ്ചാലിയുടെ സഹോദരനാണ്. ദ്രൗണി ആരെയാണ് 3 തുണ്ടമാക്കിയത്? ശിഖണ്ഡിയെ. ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു. എന്ത് പ്രമാണമാണെങ്കിലാണ്? വേദങ്ങൾ. ദുര്യോധനൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നും അനങ്ങിയില്ല. എന്തറിഞ്ഞിട്ടും? എന്താണ് അറിഞ്ഞത്? കൃഷ്ണൻ്റെ പ്രഭാവം അറിഞ്ഞിട്ടും. ഭീഷ്മരുടെ എതിരാളി ആരാണ്? ശിഖണ്ഡി. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. ആരാണ്? എന്തിനാണ് അനുവാദം കൊടുക്കേണ്ടത്? ദുര്യോധനാണ് അനുവാദം കൊടുക്കേണ്ടത്. എന്തിനു വേണ്ടി? സകല പാഞ്ചാലരെയും വാസുദേവൻ കാൺകെ കാലനൂർ പൂകിക്കാൻ അശ്വത്ഥാമാവിന് അനുവാദം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ആജ്ഞയനുസരിച്ച് ദ്രോണപുത്രനെ സേനാപതിയായി അഭിഷേചിക്കൂ.
ആരുടെ ആജ്ഞയനുസരിച്ച്? ദുര്യോധനൻ്റെ ആജ്ഞയനുസരിച്ച്. കൃപർ അത് നടത്തി. എന്താണ് നടത്തിയത്? ദ്രൗണിയെ സേനാപതിയാക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ അതിനുള്ള വിധി പ്രകാരമുള്ള കർമ്മമാണ് നടത്തിയത്. പാണ്ഡവരെയും സാത്വികയെയും കൊണ്ട് കൃഷ്ണൻ ഏത് നദീതീരത്താണ് ചെന്നിരുന്നത്? ഓഘവതി നദീതീരത്ത്. യുദ്ധശ്രാന്തൻ എന്ന പദത്തിന് അർത്ഥം എന്ത്? യുദ്ധത്താൽ ശ്രാന്തൻ, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചവൻ. ഗുരുഖാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല. ഗുരുവും ഗുരുഖാദിയും ആര്? ഗുരു എന്ന് പറയുന്നത് ദ്രോണരും ഗുരുഖാദി ദൃഷ്ടദ്യുമ്നനും. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ആരാണ് ഇങ്ങനെ കുറ്റം കൊള്ളുന്നത്? ദുര്യോധനൻ. ചോദ്യങ്ങൾ ഒരുപക്ഷെ ആവർത്തിച്ചു വരാം, അപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ. മഹാഭാരതത്തിൻ്റെ കർത്താവ് വേദവ്യാസൻ. മഹാഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? എഴുത്തച്ഛൻ. ഭാരതപര്യടനത്തിൻ്റെ രചയിതാവ് കുട്ടിക്കൃഷ്ണമാരാർ. ഭാരതപര്യടനം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നിരൂപണം. ധർമ്മക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? കുരുക്ഷേത്രം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒടുക്കം വീഴ്ത്തപ്പെട്ടത് ആരാണ്? ദുര്യോധനൻ. ദുര്യോധനെ തുടതല്ലി വീഴ്ത്തിയത് ആര്? ഭീമൻ. പടക്കളത്തിൽ വീണ ദുര്യോധനെ കാണുവാൻ വന്നത് ആരാണ്? സഞ്ജയൻ. ദുര്യോധനന്റെ സൈന്യബലം എത്രയായിരുന്നു? 11 അക്ഷോഹിണിപ്പട, പാണ്ഡവർക്ക് 7. അങ്ങനെ ആകെ 18. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം. തുട ചതഞ്ഞ് വീണ ദുര്യോധനന്റെ തലയിൽ ചവിട്ടിയത് ആര്? ഭീമൻ. ദുര്യോധനന്റെ സഹോദരിയാണ് ആര്? ദുശ്ശള. താൻ ശാശ്വത ലോകം നേടുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്ന എന്തുകൊണ്ട്? സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുന്നതിനാൽ. യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ചവർ ആരൊക്കെയാണ്? കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്. ഇന്ന് ഞാൻ സർവ്വ പാഞ്ചാലനെയും വാസുദേവൻ കാണെ തന്നെ കാലനൂർ പൂകിക്കും എന്ന് പ്രഖ്യാപിച്ച ആരാണ്? അശ്വത്ഥാമാവ്. ധർമ്മജ്ഞന്മാരുടെ അനുശാസന എന്താണ്? ബ്രാഹ്മണർ കൽപ്പന കിട്ടിയിട്ടേ യുദ്ധം ചെയ്യാവൂ. മുമ്പ് പലപ്പോഴും കൗരവ സഭയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഞെളിഞ്ഞിരുന്നത് ആരാണ്? ദുര്യോധനൻ. മാലകൾ വിധാനിച്ച് നറുമണം പുകച്ച അറയിൽ വെള്ളവിരിപ്പ് വിധാനിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈരമായി കിടന്നുറങ്ങിയത് ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. ഭീഷ്മരുടെ എതിരാളിയായ അംബയുടെ അവതാരം ഏതാണ്? ശിഖണ്ഡി. കൂടാരങ്ങൾക്ക് 3 വശം തീയിട്ടതെന്തിനാണ്? ദ്രൗണിയെ പ്രീണിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലെയായി തീർന്നു. ദുര്യോധനൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ? ശിഖണ്ഡിയെ വധിച്ചതുകൊണ്ട്. കൗരവപക്ഷത്തെ ഒടുക്കത്തെ സേനാപതി ആര്? അശ്വത്ഥാമാവ്. പ്രായോപവേശം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? പാഞ്ചാലി. ദ്രോണർ പുത്രന് നൽകിയ അസ്ത്രമേത്? ബ്രഹ്മശിരോസ്ത്രം. അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നെ ശസ്ത്രം കൊണ്ട് വധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഗുരുഖാദി ആയതുകൊണ്ട്. ഗുരുഖാദി അശ്വത്ഥാമാവിൻ്റെ പിതാവാണ് ആര്? ദ്രോണർ. ദ്രോണരെ വധിച്ചതാണ് ദൃഷ്ടദ്യുമ്നൻ. അത് ഗുരുവാണ്. ദ്രോണർ ഗുരുവാണ്. ഗുരുഖാദി ആയതുകൊണ്ടാണ് അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട് വധിക്കാതിരുന്നത്. ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് വ്യാസൻ പറഞ്ഞത്? 12 കൊല്ലം മഴ പെയ്യില്ല. ഗുരുഖാദി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. ആരെയാണ്? ദൃഷ്ടദ്യുമ്നനെ. ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതയെ ആരാർ വീക്ഷിക്കുന്നത്? സ്വപ്രത്യസ്ഥൈര്യം. ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നത് ആരാണ്? കൃഷ്ണദ്വൈപായനൻ. അത് ആര് തന്നെയാണ്? വേദവ്യാസൻ. ഇടങ്കൈ കൊണ്ട് പുൽക്കൊടി ഉതിർത്തത് ആര്? ആരാണ്? അശ്വത്ഥാമാവ്. സർവഭൂതാത്മാവ് ആരാണ്? നാരദൻ. 60 ആണ്ട് ഭൂമി വാഴുന്നതാര്? പരീക്ഷിത്ത്. ശപിക്കപ്പെട്ടവൻ എന്ന വാക്കിന് അർഹനാര്? അശ്വത്ഥാമാവ്. യുദ്ധത്തിൻ്റെ പരിണാമം ഏത് കൃതിയിലെ ഭാഗമാണ്? ഭാരതപര്യടനം. യുദ്ധത്തിൻ്റെ പരിണാമം ഏത് കൃതിയിലെ ഭാഗമാണ്? ഭാരതപര്യടനം. ഈ ബ്രഹ്മശിരോസ്ത്രം എന്ന രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? വ്യാസൻ. മഹാഭാരത യുദ്ധം നടന്ന എവിടെ വെച്ചാണ്? കുരുക്ഷേത്ര ഭൂമി. ദ്രൗണി ബ്രഹ്മശിരസ് എന്തു പറഞ്ഞാണ് അയച്ചത്? അഭാണ്ഡവായ, പാണ്ഡവര് ഇല്ലാതാവട്ടെ എന്ന്. എഴുത്തുകാരൻ തന്നെ കഥാപാത്രമായി ആകുന്ന ഇതിഹാസ ആണ് ഏത്? മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ മറ്റു പേരുകളാണ് പഞ്ചമവേദം, ജയം, ജയസംഹിത. മഹാഭാരതം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? സംസ്കൃതം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ സൈന്യാധിപൻ ആരായിരുന്നു? ദൃഷ്ടദ്യുമ്നൻ. പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നുമില്ല.
ഏത് രത്നത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ചൂടാമണി. നിന്റെ ചൂടാമണി അവർക്ക് കൊടുക്കണം. ആർക്ക്? പാണ്ഡവർക്ക്. ശസ്ത്രവ്യാധിക്ഷുതങ്ങളിൽ നിന്നും ദേവനാഗരക്ഷ പ്രഭൃതികളിൽ നിന്നും അശ്വത്ഥാമാവിനെ രക്ഷിക്കുന്നത് എന്താണ്? ചൂടാമണി. എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. ആരുടെ വാക്കുകളാണിത്? അശ്വത്ഥാമാവിൻ്റെ. പാണ്ഡവംശത്തെ ആരാണ് നിലനിർത്തുക? പരീക്ഷിത്. ആരാണ് പരീക്ഷിത്? അർജുനപുത്രനായ അഭിമന്യുവിന് ഉത്രയിൽ പിറന്ന മകൻ. ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ യേശുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതണ്ട. ആരുടെ ഗർഭത്തിൽ യേശുമെന്നാണ് പറയുന്നത്? ഉത്തരയുടെ. ചാപിള്ളയായി ജനിച്ചെങ്കിലും ദീർഘായുസ് നേടിയതാര്? പരീക്ഷിത്. പരീക്ഷണങ്ങളെ അതിജീവിച്ചവൻ എന്ന അർത്ഥത്തിലാണ് പരീക്ഷിത് എന്ന പേര് കിട്ടിയത്. പരീക്ഷത്തിനെ സർവാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നത് ആരായിരിക്കുമെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്? കൃപർ. അശ്വത്ഥാമാവിനെ ശപിക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണൻ. നീ മിഴിച്ചു നിൽക്കെ, അവൻ കുരു രാജാവായി വരും. ഞാൻ അവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യം നരാധമ നീ കണ്ടുകൊള്ളുക. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ആരാണ് പറഞ്ഞത്? ഈ വാക്കുകൾ ആരുടെയാണ്? ശ്രീകൃഷ്ണൻ്റേത്. ദേവകി പുത്രൻ പറഞ്ഞ ഉത്തമ വാക്യം ഫലിക്കും. ആരാണ് ഈ ദേവകി പുത്രൻ? ശ്രീകൃഷ്ണൻ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? വേദവ്യാസനാണ് പറയുന്നത്. ദേവകി പുത്രൻ പറഞ്ഞ ഉത്തമവാക്യം ഫലിക്കുമെന്ന് പറഞ്ഞത് വേദവ്യാസനാണ്. ഈ ദേവകി പുത്രൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ ചേരുന്നത് ആർക്കാണ്? അശ്വത്ഥമാവിന്. ചിരഞ്ജീവികൾ ആരൊക്കെയാണ്? വ്യാസൻ, പരശുരാമൻ, ഹനുമാൻ, മാർക്കണ്ഡേയൻ, കൃപർ, അശ്വത്ഥമാവ്, മഹാബലി, വിഭീഷണൻ. ബ്രഹ്മൻ അവിടത്തോടുകൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ. ആരുടെ വാക്കുകളാണിത്? ദ്രൗണിയുടെ വാക്കുകൾ. എന്തിൻ്റെ പ്രതിനിധിയാണ് അശ്വത്ഥമാവ്? പകയുടെ പ്രതിനിധിയാണ്. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക. എന്തിനെയാണ്? ആരെയാണ്? പകയെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കുക. ഏത് രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ഇവിടെ പകയുടെ പ്രതീകമായി പറയുന്നത് ആരെയാണ്? അശ്വത്ഥമാവിനെ. ശ്രീയെ എന്ന പോലെ വേറെ എന്തിനെയാണ് ഭഗവതിയായി ആർഷ സംസ്കാരം കാണുന്നത്? ചേട്ടയെ, ജ്യേഷ്ഠാ ഭഗവതിയെ. ഭാരത പിതാമഹനാര്? വേദവ്യാസൻ. കഴിയുന്നത്ര ചോദ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. മനസ്സിലായില്ല എങ്കിൽ വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.